ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഗൈസ്, നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം റിവ്യൂ ആണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്തിരി ഡിലേ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ ഇത്തിരി കിട്ടാൻ ഡിലേ ആയിപ്പോയി. അപ്പം അച്ഛന്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ അച്ഛൻ പുറത്തൊക്കെ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകുമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ കിട്ടാൻ നല്ല ഡിലേ ആയി. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ റിവ്യൂ ആണ്. അപ്പം ഈ ഒരു ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, നല്ല എക്സാം ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അതുപോലെ തന്നെ ഗ്രാമറിന്റെ കാര്യം വരികയാണെങ്കിൽ ഗ്രാമർ ആണ് എനിക്ക് പേടിയുള്ളത്. ബാക്കി ഒരു പേടി എനിക്കില്ല. ഗ്രാമർ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഇത്തിരി ബെറ്റർ ആയിരുന്നു. ഓൺ എക്സാമിനേക്കാളും അപേക്ഷിച്ച് ക്രിസ്മസ് എക്സാമിൽ ബെറ്റർ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ എന്റെ എക്സാം 4:10 എഴുതി കഴിഞ്ഞു ഗൈസ്. 4:15 വരെ ടൈം ഉണ്ടായിരുന്നു. റിയലി സോ ഹാപ്പി. എനിക്ക് ഓൺ എക്സാമിന് ഗ്രാമർ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ അധികം പറ്റിയില്ല. ലാസ്റ്റത്തെ ടോപ്പിക്സ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ തെറ്റിച്ചൊക്കെയാണ് വെച്ചിട്ടുണ്ടായത്. പക്ഷെ ഈ എക്സാമിന് തിയറി നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ നിഗമനം. മാർക്ക് കിട്ടുമ്പോൾ അറിയാം നമുക്ക് എത്ര ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആനുവൽ എക്സാമിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്യില്ലെന്ന്, അറിയില്ല. എന്തായാലും ഞാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആൻസേഴ്സ് ഒന്നും അധികം പറയുന്നില്ല. കാര്യം എന്റെ തെറ്റാണെങ്കിൽ നിങ്ങളുടെ കൂടി തെറ്റിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. ഓക്കെ ഗൈസ്, ഞാൻ ഓരോന്നൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ടോട്ടലി നമ്മുടെ പേപ്പർ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 4 പേജ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ എന്താ പറയാ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിന്. റിയലി 4 പേജ് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തലമൊക്കെ കറങ്ങാൻ തുടങ്ങി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് ഇത്തിരി പേജ് ഉണ്ടായിരുന്നുള്ളൂ. 2 പേജായി, പിന്നെ 3 പേജായി, പിന്നെ 4 പേജായി. അപ്പം എന്തായാലും കുഴപ്പമില്ല, നമുക്കിതൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ സംസാരിച്ചൊന്നും ഇരിക്കുന്നില്ല. ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഗൈസ് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് ആയിരുന്നു. ഒന്നാമത്തെ ആൻസർ ആദ്യത്തെ ലൈൻ തന്നെയായിരുന്നു ഈ ഒരു പാരഗ്രാഫിലെ. പിന്നെ രണ്ടാമത്തെ ആൻസർ സി ആയിരുന്നു. മൂന്നാമത്തെ ആൻസർ എ ആയിരുന്നു. എ ആയിരുന്നു എന്നിട്ട് നിഗമനം, എനിക്കറിയില്ല. കാര്യം ഞാൻ ചിലതൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. പിന്നെ നാലാമത്തെ ആൻസർ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി എഴുതി. നമുക്കറിയാലോ ലാസ്റ്റത്തെ ലൈനൊക്കെ യൂസ്ഫുൾ ആണ് നാലാമത്തെ ആൻസർ ആയിട്ട്. ഈ പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈനൊക്കെ എഴുതാവുന്നുള്ളൂ. പിന്നെ അഞ്ചാമത്തെ നൗൺ ഫ്രേസ് വേറെ മുതൽ വെർബ് ഫ്രേസ് ആണ്. അതിന് മുമ്പുള്ളത് നൗൺ ഫ്രേസ്. പിന്നെ ആറാമത്തെ ആൻസർ ഞാൻ സി ആണ് എഴുതിയത്. പിന്നെ ഏഴാമത്തെ ആൻസർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ക്രഷ് ദ തോൺസ് ഇൻ യുവർ പാത്ത് വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ് എന്നുള്ളത്. അതില് ഈ ചാലഞ്ചസിനെ ഡിഫിക്കൽട്ടീസിനെയാണ് പറയണത്. അത് നമ്മൾ ഓവർകം ചെയ്ത് വരണം എന്നാണ് അതിന്റെ ഒരു മീനിങ് കേട്ടോ. പിന്നെ എട്ടാമത്തെ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, അതും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഒമ്പതാമത്തെ ബി ആണ് എഴുതിയത്. ഓഡിറ്ററി മീൻസ് കേൾക്കുന്നതല്ലേ, ഓഡിറ്ററി. അപ്പം തണ്ടർ, ആ റോറിങ് ലൈറ്റ്നിങ് ആണ്. പിന്നെ പത്താമത്തെ അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു, പാരഗ്രാഫ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ലെറ്റ് ഇറ്റ് ഗോയുടെ അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അധികം ഉറപ്പില്ല അപ്രിസിയേഷൻ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന്. സോ ദാറ്റ്സ് വൈ ഞാൻ പത്താമത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരഗ്രാഫ് റൈറ്റിംഗ് ആയിരുന്നു, വാക്ക് എലോണും. അതുപോലെ തന്നെ വേറൊരു പോയം തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 11 to 14 ഒരു പാസേജ് തന്നെയായിരുന്നു. ആ പാസേജ് ആണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമുക്ക് അങ്ങനെ തരുമ്പോ എന്ന് പറയുന്നത് കുറെ നമുക്ക് എന്താ പറയാ മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, 11ാമത്തെ ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. 12ാമത്തെ ആൻസറും ഉണ്ടായിരുന്നു. 13ാമത്തെ ആൻസർ ഞാൻ എഴുതിയിട്ടുള്ളത് എ ആണ് ഗൈസ്. എ ആണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. യെസ്, എ എഴുതിയിട്ടുണ്ട്. പിന്നെ 14ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ എഴുതിയത് എ ആണ്. 1 and 3 ആർ കറക്റ്റ്. ആ ഒരു 1 and 3 എന്നുള്ളൂ കേട്ടോ. ആർ കറക്റ്റ് എന്നുള്ളത് ഞാൻ ചേർത്തതാണ്. പിന്നുള്ളത് 15ാമത്തെ എയും ബി ആണ്. എ എന്ന് പറയുന്നത് റൈറ്റപ്പ് ആയിരുന്നു, ഞാൻ റൈറ്റപ്പ് എഴുതി. ബി എന്ന് പറയുന്നത് സ്പീച്ച് ആയിരുന്നു. സ്പീച്ച് റൈറ്റപ്പ് എഴുതിയാലും സെയിം ആണ്, പക്ഷെ എനിക്ക് റൈറ്റപ്പ് ഇത്തിരി നന്നായിട്ട് തോന്നിയത് കൊണ്ട് അത് എഴുതി. പിന്നെ അതിൽ ഹിൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിലത്തെ ക്വസ്റ്റിന്റെ ഹിന്റും അടിയിലത്തെ ക്വസ്റ്റിന്റെ ഹിന്റും ചേർത്തിട്ട് എഴുതിയത്. എന്തായാലും ഹിൻസ് വേറെ കിട്ടണേണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് കൂട്ടി എഴുതാം. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ടായിരുന്നു. നരേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് നീരജ് ബനോട്ടിന്റെ ക്യാറ്റ് സ്കെച്ച് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയായിരുന്നു ബത്താനി ഹാമിൽട്ടൺ എനിക്ക് വരാൻ ചാൻസ് ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ
ഏറ്റവും കൂടുതൽ ബത്താനിയുടെ വരും എന്നാണ് നമ്മളൊക്കെ പറഞ്ഞത്. പക്ഷെ നീരജ് മനോട്ട് വന്നത് 99 എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്തിരി പഠിച്ചതാണ്. പിന്നെ ആണെങ്കിൽ ക്യാരക്ടർ സ്കെച്ചിന് ആദ്യത്തെ പാരഗ്രാഫ് യൂസ്ഫുൾ ആയി. ഇതിൽ നമുക്ക് കുറെ കിട്ടുമായിരുന്നു ഇൻഫോർമേഷൻസ്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതായിരുന്നു. പിന്നെ ആണെങ്കിൽ 17th ക്വസ്റ്റ്യന്റെ എയും ബിയും ഉണ്ടായിരുന്നു. ലെറ്റർ ആയിരുന്നു എ എന്ന് പറയുന്നത്. ബി ആമത്തെ ന്യൂസ് റിപ്പോർട്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ 18th ക്വസ്റ്റ്യന് ഞാൻ എഴുതിയത് 18B ആണ്. എ എന്ന് പറയുന്നത് പാരഗ്രാഫ് റൈറ്റിങ്ങും ബി എന്ന് പറയുന്നതും പാരഗ്രാഫ് റൈറ്റിംഗ് ആയിരുന്നു. ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് നെഗറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്റർനെറ്റിനെ പറ്റിയിട്ട് ഉള്ള സൈബർ ബുള്ളിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതാൻ പറഞ്ഞത്. സോ ബി ഞാൻ അത് എഴുതി. പിന്നെ 19ാമത്തെ പ്രൊഫൈൽ എഴുതി. പ്രൊഫൈൽ എഴുതുമ്പോൾ മറ്റേ മെയിൻ ആയിട്ട് നമ്മുടെ ഓണ് ഇന്ന് അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എഴുതി. 20ാമത്തെ ഗൈസ് ഈ ഒരു പെട്ടിയുടെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ തട്ടിക്കൂട്ടി ഒരു കഥ ഉണ്ടാക്കി. എനിക്കറിയില്ല 100 വേർഡ്സ് അതിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. 100 വേർഡ്സ് പോയിട്ട് 50 വേർഡ്സ് എന്നൊന്നും കൂടി എനിക്ക് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കഥ എഴുതണത് ഞാൻ എത്ര മണിക്കാണെന്നറിയോ? 3:45. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബാക്കി ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കാണ്. ഗ്രാമറും ഉണ്ട്. അപ്പോൾ ഒരു തട്ടിക്കൂട്ടി ഒരാള് പാവമായിരുന്നു. ആ പുവർ മാൻ ഈ ഒരു ചാർട്ട് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നിധി ട്രഷറിയുടെ കാര്യം അറിഞ്ഞു. അങ്ങനെ റിസൾട്ടിൽ വന്ന് എടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതിയിട്ടുണ്ട്. എനിക്കെന്നെ അറിയില്ല. ഓക്കെ, മിക്കവാറും അങ്ങനത്തെ കഥ എനിക്ക് ഉണ്ടാക്കിയാക്കണേന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, 21ാമത്തെ 3WH ക്വസ്റ്റ്യൻസും യെസ് ഓ നോ ക്വസ്റ്റ്യനും ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞു. എനിക്ക് റിയലി ഞാൻ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഒട്ടും അറിയൂല കേട്ടോ. പഠിച്ചിട്ടൊക്കെ പോവും. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് കിളി മാറും. അങ്ങനെയാണ്. 22ാമത്തെ ക്വസ്റ്റ്യന് സി ആണ് ആൻസർ. 23ാമത്തെ ആൻസർ എ ആണ് കേട്ടോ. 192. പിന്നെ 24ാമത്തേന്റെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ICC എനിക്കറിയില്ല കേട്ടോ. 24ാമത്തെ അറിയില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ 25ാമത്തെ എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ഗ്രാമർ ആണ് ഗൈസ്. ഗ്രാമറിൽ മിക്കതും എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ കറക്റ്റ് ആണോന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, ഞാൻ എല്ലാനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിടും കേട്ടോ. ആൻസേഴ്സ് ഇതൊക്കെയാണോ ഐ ഡോണ്ട് നോ. സോ ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നില്ല. ഇനി തെറ്റ് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ എന്റെ തെറ്റാണെങ്കിൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നല്ലൊരു പരീക്ഷയായിരുന്നു. എനിക്കിഷ്ടമായി. എനിക്ക് 4:10 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 4:15 വരെ ടൈം ഉണ്ടായിരുന്നു. 5 മിനിറ്റ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതിയെന്നൊക്കെ നോക്കി. പിന്നെ ആണെങ്കിൽ ടോട്ടല് 10 പേജ് ഞാൻ എടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ 10 പേജ് എടുക്കുന്നത്. 10 pages. ഞാൻ ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. പേജ് എടുക്കണല്ലോ കേട്ടോ. പേജ് ഞാൻ എടുക്കണെന്ന് വെച്ചാൽ ഒരു പേജ് ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. ഇതുപോലെ ഇതിപ്പോ ഒരു പേജ് ആണെങ്കിൽ ഈ ഒരു പേജ് തന്നെ 10 കൊടുത്തു. മനസ്സിലായല്ലോ? ഒരു പേപ്പർ തന്നെ 10 എടുത്തു. അങ്ങനെ എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയിട്ടാട്ടോ ഞാൻ ഒരു പേപ്പർ എന്ന് പറഞ്ഞത്. അതുപോലത്തെ 10 പേപ്പർ എടുത്തു, എഴുതി. കുഴപ്പമില്ലായിരുന്നു. നല്ല എക്സാം ആയിരുന്നു. ഗ്രാമർ കുഴപ്പമില്ലെന്നാണ് എന്റെ നിഗമനം. മാർക്ക് വരുമ്പോ കാണാം. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബയോളജിയുടെ സ്റ്റഡി വ്ളോഗ് ഇസ് കമ്മിങ് സൂൺ ടുമോറോ. എന്തായാലും കാണാൻ മറക്കണ്ട. സോ ബൈ ഡിയേഴ്സ്.